ഈ സ്വർണ്ണക്കൊള്ള കേസിൽ മൂന്നാമത്തെ പ്രതിയും പുറത്തിറങ്ങിയിരിക്കുകയാണ്. പ്രേക്ഷകരെ നോക്കൂ, ഈ കുറ്റപത്രം സമർപ്പിക്കാൻ SITക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ്? അത് വലിയ ചോദ്യമാണ്. കേരള സമൂഹവും വിശ്വാസി സമൂഹവും ഒക്കെ കാത്തിരിക്കുന്ന കുറ്റപത്രമാണത്. അത് ഇനിയും സമർപ്പിച്ചിട്ടില്ല. പ്രാഥമികമായി ഭാഗികമായ ഒരു കുറ്റപത്രം പോലും SITക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞില്ല. നമുക്ക് ഈ കേസിൽ ഇതുവരെ പുറത്തിറങ്ങിയ പ്രതികൾ ആരൊക്കെയാണ്, ഇനി പുറത്തിറങ്ങാൻ പോകുന്നവർ ആരൊക്കെയാണ് എന്നൊന്ന് പരിശോധിക്കാം. നമുക്ക് ഓർമ്മയുണ്ടാകും, ആദ്യം പുറത്തിറങ്ങിയ പ്രതി എന്ന് പറയുന്നത് മുരാരി ബാബു ആണ്. മുരാരി ബാബു പുറത്തിറങ്ങി. ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് മുരാരി ബാബു. ഈ ഒക്ടോബർ 23-നാണ് മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യുന്നത്. 2026 ജനുവരി 23-ന് മുരാരി ബാബു പുറത്തിറങ്ങുകയും ചെയ്തു. പിന്നീട് പുറത്തിറങ്ങിയ പ്രതി എന്ന് പറയുന്നത് S. ശ്രീകുമാർ ആണ്. ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തന്നെയാണ്. ഡിസംബർ 17-നാണ് ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായി തന്നെ ജനുവരി 29-ന് S. ശ്രീകുമാറും പുറത്തിറങ്ങി. ഇനി അടുത്ത പ്രതി എന്ന് പറയുന്നത് D. സുധീഷ് കുമാറാണ്. ഇന്നിപ്പതേ ജയിലിൽ നിന്ന് കുറച്ച് സമയങ്ങൾക്കകം പുറത്തിറങ്ങാനിരിക്കുന്ന പ്രതിയാണ്. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. സ്വാഭാവികമായി തന്നെ ജാമ്യം ലഭിക്കുകയാണ്. നവംബർ 1-നായിരുന്നു സുധീഷ് കുമാർ അറസ്റ്റിലായത്. ജനുവരി 30-ന് 90 ദിവസമായി. അപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയാണ് സുധീഷ് കുമാറിന് ഇന്ന് ജാമ്യം അനുവദിച്ചത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി ആരൊക്കെ പുറത്തിറങ്ങുമെന്നുള്ളതാണല്ലോ. പിന്നെയും പ്രതികളുണ്ടല്ലോ, പക്ഷേ കുറ്റപത്രം സമർപ്പിക്കാത്തിടത്തോളം അവരെല്ലാം സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങും. അത് ഇനി ആരൊക്കെ ആയിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ജയിലിലുള്ളവരാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ കേസിലെ ഒന്നാമത്തെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഒക്ടോബർ 17-നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നത്. 2 കേസുകളിൽ. ദ്വാരപാലക കേസിൽ ജനുവരി 15-ന് 90 ദിവസം തികഞ്ഞു. ഈ കട്ടിളപ്പാളി കേസിലാണെങ്കിൽ ഫെബ്രുവരി 1-ന് 90 ദിവസം തികഞ്ഞു. അപ്പോൾ സ്വാഭാവികമായി തന്നെ ജാമ്യം ലഭിക്കാനുള്ള അവകാശമുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ ബുധനാഴ്ചയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിൽ വിജിലൻസ് കോടതി ബുധനാഴ്ച വാദം കേൾക്കും. സ്വാഭാവികമായി ജാമ്യം ലഭിക്കും. അതിലിനി തർക്കമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രതി തന്നെ ഈ ബുധനാഴ്ച പുറത്തിറങ്ങേണ്ടി വരുമെന്നുള്ളതാണ് ഈ കേസിന്റെ ഏറ്റവും സങ്കീർണമായ മറ്റൊരു കാര്യം. ഇനി ജയിലിലുള്ള മറ്റൊരാൾ എന്ന് പറയുന്നത് KS ബൈജു ആണ്. KS ബൈജു അറസ്റ്റിലാവുന്ന നവംബർ 6-ാം തീയതിയാണ്. അത് ഈ ഫെബ്രുവരി 4-ലേക്ക് 90 ദിവസമാകും. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതോടുകൂടി തന്നെ വീണ്ടും ഒരു സ്വാഭാവിക ജാമ്യം ലഭിക്കും. വീണ്ടും അത് SITക്ക് തിരിച്ചടിയായി മാറും. അടുത്ത പ്രതി ജയിലിലുള്ള ആൾ എന്ന് പറയുന്നത് N. വാസു ആണ്. നവംബർ 11-നാണ് വാസുവിന്റെ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. ഫെബ്രുവരി 9-ലേക്ക് 90 ദിവസം തികയും. അങ്ങനെ അക്കാര്യത്തിലും ഒരു തീരുമാനമാകും. മറ്റൊരാൾ എന്ന് പറയുന്നത് വലിയ ഗോളിളക്കം തന്നെ ഉണ്ടായ CPIM-ന് നേരെയൊക്കെ വലിയ ചോദ്യങ്ങൾ ഉയർന്ന പേര് തന്നെ പത്മകുമാറാണ്. ഇപ്പോൾ നിലവിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെയൊക്കെ ഭാഗമായി വീടുകൾ കയറിയിറങ്ങുമ്പോൾ പോലും പാർട്ടിക്കെതിരെ ഉയരുന്നൊരു വലിയ ചോദ്യം എന്തുകൊണ്ട് പത്മകുമാറിനെതിരെ നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ്. അത് മറ്റൊരു വിഷയം. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് SITക്ക് ഇനി തിരിച്ചടിയാൻ പോകുന്ന വലിയൊരു വിഷയവും പത്മകുമാർ പുറത്തിറങ്ങിയാലാണ്. നവംബർ 20-നാണ് പത്മകുമാറിന്റെ അറസ്റ്റ് ഉണ്ടായത്. ഫെബ്രുവരി 18-ലേക്ക് അത് 90 ദിവസമാകും. തീർച്ചയായും സ്വാഭാവിക ജാമ്യം ലഭിക്കും. പുറത്തിറങ്ങേണ്ടി വരും. അത് കേസിൽ വലിയൊരു തിരിച്ചടിയാകും. ഇതൊക്കെ കേസിനെ സ്വാധീനിക്കാൻ പോകുന്ന വിഷയങ്ങളാണ്. മറ്റൊന്ന് പങ്കജ് ഭണ്ഡാരിയാണ്. പങ്കജ് ഭണ്ഡാരി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡിസംബർ 19-നാണ്. മാർച്ച് 19-ലേക്ക് 90 ദിവസമാകും. അവിടെയും ജാമ്യം ലഭിക്കും. മറ്റൊരാൾ നോക്കൂ, ഗോവർദ്ധനാണ്. ഗോവർദ്ധന്റെ അറസ്റ്റ് എന്ന് പറയുന്നത് ഡിസംബർ 19-നാണ് ഉണ്ടായത്. മാർച്ച് 19-ലേക്ക് 90 ദിവസം കഴിയും. അടുത്ത പ്രതി എന്ന് പറയുന്നത് N. വിജയകുമാറാണ്. വിജയകുമാറിന്റെ അറസ്റ്റ് ഡിസംബർ 29-നുണ്ടായി. മാർച്ച് 29-ലേക്ക് 90 ദിവസം കഴിയും. പിന്നീട് ഉണ്ടായിട്ടുള്ള 2 അറസ്റ്റുകൾ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഈ അഡ്മിനിസ്ട്രേറ്റീവിൽ നിന്ന് വിട്ട് വിശ്വാസപരവുമായി ബന്ധപ്പെട്ട ഒരു അറസ്റ്റ് തന്ത്രി കണ്ഠര് രാജീവരുടെയായിരുന്നു. ജനുവരി 9-നാണ് തന്ത്രിയുടെ അറസ്റ്റ് ഉണ്ടായത്. അത് ഏപ്രിൽ 9-ലേക്ക് 90 ദിവസം തികയും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ദ്വാരപാലക ശില്പക്കേസിൽ തന്ത്രി കണ്ഠര് രാജീവർ ഇന്ന് ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. നാളെയാണെങ്കിൽ കട്ടിളപ്പാളി കേസിലെ തന്ത്രിയുടെ ജാമ്യ ഹർജി കോടതി പരിഗണിക്കാനിരിക്കുന്നുമുണ്ട്. ഇങ്ങനെ ഓരോരുത്തരായി പുറത്തിറങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളതാണ്. കാരണം ഇത്ര വലിയ ചർച്ചയായി മാറിയിട്ടുള്ള ഒരു കേസിൽ SITക്ക് പിഴയ്ക്കുകയാണോ എന്നുള്ളതൊരു ചോദ്യമാണ്. ഓരോ പഴുതുകളിലൂടെ ഇങ്ങനെ പ്രതികൾ പുറത്തിറങ്ങുകയാണ്. ഏറ്റവും ഒടുവിലുണ്ടായ അറസ്റ്റ് നമുക്ക് ഓർമ്മയുണ്ട് അല്ലേ? KP ശങ്കരദാസിന്റെയാണ്. KP ശങ്കരദാസിന്റെ അറസ്റ്റ് എന്ന് പറയുന്നത് ജനുവരി 14-നാണ് അറസ്റ്റ് ഉണ്ടായത്. ഏപ്രിൽ 14-ന് അതിലും 90 ദിവസം തികയും. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ തുടങ്ങി KP ശങ്കരദാസ് വരെ എത്തി നിൽക്കുന്ന പ്രതികൾ, അതിൽ 3 പേർ ഇതിനോടകം തന്നെ പുറത്തിറങ്ങി. ഇനി ഇത്രയും പേർ ഒരു ഭാഗികമായ പ്രാഥമികമായ ഒരു കുറ്റപത്രം പോലും SITക്ക് സമർപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ പ്രതികളെല്ലാം ഓരോരുത്തരായി പുറത്തിറങ്ങുന്നത് കേരള സമൂഹം കാണേണ്ടി വരും. അത് ഇപ്പോൾ SIT നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് തൊണ്ടി മുതൽ എവിടെ ഈ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് ചോദ്യം. അപ്പോൾ ഈ പ്രതികൾ ഓരോരുത്തരായി പുറത്തിറങ്ങുമ്പോൾ അത് ഈ തെളിവുകളെ പോലും അത് കണ്ടെത്താനുള്ള SITയുടെ അന്വേഷണത്തെ പോലും ബാധിക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല.